we are going to discuss about network topology. Network topology means the way in which the nodes are physically interconnected to form a network. ഒരു നെറ്റ്വർക്കിൽ പല രീതികളിൽ നമുക്ക് നോഡുകളെ ഇന്റർകണക്ട് ചെയ്യാം. ഇങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായ രീതികളെയാണ് നമ്മൾ ടോപ്പോളജി, നെറ്റ്വർക്ക് ടോപ്പോളജി എന്ന് പറയുന്നത്. So there are 4 different types of network topology. They are bus topology, star topology, ring topology and mesh topology. Bus topology. So in bus topology, all the nodes are connected to a main cable called bus. ബസ് ടോപ്പോളജിയിൽ എല്ലാ നോഡുകളും ഒരു മെയിൻ കേബിളുമായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഫിഗറിൽ ദിസ് ഇസ് ദ മെയിൻ കേബിൾ. ഈ കേബിളിനെയാണ് ബസ് എന്ന് പറയുന്നത്. സോ ഈ എത്ര നോഡുകളുണ്ടോ ആ നോഡുകളെല്ലാം ഈ കേബിളുമായിട്ടാണ് ഇന്റർകണക്ട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു രീതിയാണ്, ഈ ഒരു വേയാണ് നമ്മൾ ബസ് ടോപ്പോളജി എന്ന് പറയുന്നത്. സോ ഇവിടെ ഡാറ്റ ട്രാൻസ്മിഷൻ നടക്കുന്നത് ഈ ഒരു ബസ്സിലൂടെയാണ്. ഈ ബസ്സിന്റെ രണ്ട് എൻഡിലും എൻഡ് ഓഫ് ദ ബസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ടെർമിനേറ്റർ എന്നൊരു ഡിവൈസ് വെച്ച് അതിന്റെ എൻഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ട്. So if a node has to send data to another node, it sends data to the bus. All nodes check the bus and only the node for which data is addressed accepts it. A small device called terminator is attached at each end of the bus. The terminator absorbs the signal and removes it from the bus. അപ്പോൾ ബസ് ടോപ്പോളജിയിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ളൊരു നെറ്റ്വർക്കിൽ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ബസ്സിലൂടെയാണ്, അല്ലെങ്കിൽ ഈ മെയിൻ കേബിളിലൂടെയാണ്. അപ്പോൾ ഏത് നോഡാണോ സെൻഡർ, ആ സെൻഡർ ഡാറ്റ ഈ ബസ്സിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. സോ ബസ് ആ ഡാറ്റ ബസ്സിലൂടെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഏത് നോഡുമായിട്ടാണോ, നോഡിന്റെ അഡ്രസ്സുമായിട്ടാണോ അത് മാച്ച് ചെയ്യുന്നത്, ആ നോഡിലേക്ക് അത് ട്രാൻസ്മിറ്റ് ചെയ്യും. ബാക്കിയുള്ളതെല്ലാം അതിന് റിജക്റ്റ് ചെയ്യും. അപ്പോൾ അഡ്രസ്സബിൾ ആയിട്ടുള്ള നോഡ് മാത്രമേ ആ ഒരു ഡാറ്റയെ അത് റിസീവ് ചെയ്യുള്ളൂ. ബാക്കി എല്ലാ നോഡുകളും അത് റിജക്റ്റ് ചെയ്യാണ് ചെയ്യാം. സോ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന ഡാറ്റ ഏറ്റവും എൻഡിൽ ടെർമിനേറ്ററിലാണ് എത്തുക. ടെർമിനേറ്റർ എന്ത് ചെയ്യും? അത് ബസ്സിൽ നിന്ന് അതിന് റിമൂവ് ചെയ്യും. ഇങ്ങനെയാണ് ബസ് ടോപ്പോളജിയിൽ ഡാറ്റ ട്രാൻസ്മിഷൻ നടക്കുന്നത്. സോ ദ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബസ് ടോപ്പോളജി. ഇറ്റ് ഈസ് ഈസി ടു ഇൻസ്റ്റാൾ. വളരെ സിമ്പിൾ ആയിട്ടുള്ള നെറ്റ്വർക്കാണ് ബസ് ടോപ്പോളജി. കാരണം ഒരു മെയിൻ കേബിൾ മതി, അതിന് ചുറ്റുമാണ് നോഡുകളെ ഇന്റർകണക്ട് ചെയ്തിട്ടുള്ളത്. സോ വളരെ ഈസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. ഇറ്റ് റിക്വയർസ് ലെസ് കേബിൾ ലെങ്ത് ആൻഡ് ഹെൻസ് ഇറ്റ് ഇസ് കോസ്റ്റ് ഇഫക്റ്റീവ്. വളരെ കുറച്ച് കേബിൾ മതി, കാരണം ആ മെയിൻ കേബിളാണ് കാര്യമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതൊരു കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടോപ്പോളജിയാണ് ബസ് ടോപ്പോളജി. ഫെയിലിയർ ഓഫ് എ നോഡ് ഡസ് നോട്ട് അഫക്ട് ദ നെറ്റ്വർക്ക്. ഒരിക്കലും ഇതിൽ ഏതെങ്കിലും ഒരു നോഡ് ഫെയിൽ ആയി എന്ന് വിചാരിച്ച് ഈ ഒരു ടോപ്പോളജി അല്ലെങ്കിൽ ഈ ഒരു നെറ്റ്വർക്ക് ഒരിക്കലും ഫെയിൽ ആവില്ല. നേരെ മറിച്ച് ഈ ഒരു ബസ് ഫെയിൽ ആയി കഴിഞ്ഞാൽ എൻറ്റയർ നെറ്റ്വർക്ക് ഫെയിൽ. അതാണ് നാലാമത്തെ ക്യാരക്ടറിസ്റ്റിക്സ്. ഫെയിലിയർ ഓഫ് ബസ് ബ്രേക്ക് ഡൗൺ ദ എൻറ്റയർ നെറ്റ്വർക്ക്. കാരണം ആ ഒരു ബസ്സുമായിട്ടാണ് എല്ലാ നോഡുകളും ഇന്റർകണക്ട് ചെയ്തത്. സ്വാഭാവികമായിട്ടും ആ ബസ് ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫുൾ നെറ്റ്വർക്ക് ഫെയിൽ ആയി. ഓൺലി വൺ നോഡ് ക്യാൻ ട്രാൻസ്മിറ്റ് ഡാറ്റ അറ്റ് എ ടൈം. അതൊരു ഡ്രോബാക്ക് ആണ്. കാരണം എല്ലാ നോഡുകൾക്കും ഒരേ സമയം ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. അറ്റ് എ ടൈം ഒരു നോഡിന് മാത്രമേ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അത് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അടുത്ത നോഡിന് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ദീസ് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബസ് ടോപ്പോളജി. സെക്കൻഡ് വൺ ഈസ് സ്റ്റാർ ടോപ്പോളജി. സോ ഈ ഫിഗറിൽ നമുക്കറിയാം ഈ സ്റ്റാർ ടോപ്പോളജി ഒരു സ്റ്റാറിന്റെ രൂപത്തിലാണ് അത് കണക്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് അതിന് സ്റ്റാർ ടോപ്പോളജി എന്ന് പറയുന്നത്. സോ ഇവിടെ ഒരു സെന്ററിൽ യൂസ് ചെയ്യുന്ന ഈ ഒരു സെന്ററിൽ വെച്ചിട്ടാണ് ബാക്കിയുള്ള നോഡുകളെല്ലാം ചുറ്റും കണക്ട് ചെയ്തിട്ടുള്ളത്. ഈ സെന്റർ എന്ന് പറയുന്നത് either it is a hub or a switch. സോ ഇവിടെ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്ത് രണ്ട് നോഡുകൾ തമ്മിൽ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഈ ഒരു ഹബ് അല്ലെങ്കിൽ സ്വിച്ച് വെച്ചിട്ടായിരിക്കും. ഇവിടെ ഹബ് ആയാലും സ്വിച്ച് ആയാലും ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. അത് അതിന്റെ വർക്കിങ്ങിന്റെ ഡിഫറൻസ് ആണ്. ഹബ് ആണെങ്കിൽ ഈ ഡാറ്റ ഇപ്പോൾ ഒരു നോഡ് ഡാറ്റ സെൻഡ് ചെയ്യുമ്പോൾ എല്ലാ കറസ്പോണ്ടിങ് നോഡിലേക്കും ഹബ് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യും. ആർക്കാണോ അത് കറക്റ്റ് ഡെസ്റ്റിനേഷൻ അയാൾ മാത്രം അത് റിസീവ് ചെയ്ത് ബാക്കി എല്ലാവരും അത് റിജക്റ്റ് ചെയ്യും. സോ അതാണ് ഹബിന്റെ ഡ്രോബാക്ക്.
പക്ഷേ സ്വിച്ച് ആണെങ്കിൽ എന്ത് ചെയ്യും? ആർക്കാണോ ആ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അവർക്ക് നേരിട്ട് ആ ഡാറ്റ അതിന്റെ ഡെസ്റ്റിനേഷനിലേക്ക് മാത്രമേ അയക്കുള്ളൂ. ബാക്കിയുള്ള നോഡുകൾക്കൊന്നും ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യില്ല. സോ ഇങ്ങനെ ഒരു രീതിയാണ് സ്റ്റാർ ടോപ്പോളജിയിലുള്ളത്. So in star topology, each node is directly connected to a hub or switch. If any node has to send information to any other node, it sends the signal to the hub or switch. This signal is then broadcasted to all the nodes, but it is accepted only by the intended node in the case of a hub. In the case of a switch, the signal is sent only to the intended node. നമ്മളിതാണ് പറഞ്ഞത്, ഇപ്പോൾ ഈ ഒരു ഹബ്ബ് വഴി അല്ലെങ്കിൽ ഹബ്ബാണ് സ്വിച്ചാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇതിലൂടെയാണ് മാത്രമേ ഡാറ്റ നോഡുകൾക്ക് തമ്മിൽ പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സ്റ്റാർ ടോപ്പോളജി. മോർ എഫിഷ്യൻറ്റ് കമ്പയർഡ് ടു ബസ് ടോപ്പോളജി. ഈസി ടു ഇൻസ്റ്റാൾ, കാരണം ഒരു സെൻറ്റർ ഹബ്ബോ അല്ലെങ്കിൽ സ്വിച്ച് വെച്ചിട്ടാണ് ചുറ്റും ഇന്റർകണക്ട് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ട് ഈസി ആയിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ഈസി ടു ഡയഗ്നൈസ് ഫോൾട്ട്. ഏത് നോഡാണോ ഫെയിൽ ആയിട്ടുള്ളത് നമുക്ക് ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാം. ഈസി ടു എക്സ്പാൻഡ്. ഇപ്പോൾ ഹബിന്റെയും സ്വിച്ചിന്റെയും സ്ലോട്ട്സിന്റെ എണ്ണം അനുസരിച്ച് നമുക്ക് എത്ര വേണമെങ്കിലും നോഡുകൾ എക്സ്പാൻഡ് ചെയ്യിക്കാം. ഇവിടെ ഒരു ഡ്രോബാക്ക് എന്ന് പറഞ്ഞാൽ ഫെയിലിയർ ഓഫ് എ ഹബ് ഓർ സ്വിച്ച് ലീഡ്സ് ടു ദ ഫെയിലിയർ ഓഫ് എൻറ്റയർ നെറ്റ്വർക്ക്. ഈ ഒരു സെൻട്രലിലുള്ള ഹബ്ബോ സ്വിച്ചോ ഫെയിൽ ആയി കഴിഞ്ഞാൽ മൊത്തം നെറ്റ്വർക്ക് ഫെയിലായി. നേരെ മറിച്ച് ഒരു നോഡ് ഫെയിൽ ആയി എന്ന് വിചാരിച്ച് ഒരിക്കലും എന്താവുന്നില്ല, ആ ഒരു ടോപ്പോളജി ഫെയിൽ ആവില്ല. കാരണം ഒരു നോഡ് ഡാറ്റ ട്രാൻസ്മിഷൻ നടക്കുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷെ അങ്ങനെയല്ല, സെന്ററിലുള്ള ഹബ്ബോ സ്വിച്ചോ ഫെയിൽ ആയി കഴിഞ്ഞാൽ എൻറ്റയർ നെറ്റ്വർക്ക് ഫെയിൽ. ഇറ്റ് റിക്വയർസ് മോർ കേബിൾ ലെങ്ത് കമ്പയർഡ് ടു ബസ് ടോപ്പോളജി. കാരണം ഒരുപാട് നോഡുകൾ ഉണ്ടെങ്കിൽ അതിലേക്കൊക്കെ ബസ് കേബിൾ വഴി ഇന്റർകണക്ട് ചെയ്യണം. സോ ഇറ്റ് റിക്വയർസ് മോർ കേബിൾ കമ്പയർഡ് ടു ബസ് ടോപ്പോളജി. തേർഡ് വൺ ഈസ് റിംഗ് ടോപ്പോളജി. സോ ഇതിന്റെ ഷേപ്പ് റിംഗ് പോലെയാണ്, സർക്കിൾ രൂപത്തിലാണ്. അതുകൊണ്ടാണ് അതിന്റെ റിംഗ് ടോപ്പോളജി എന്ന് പറയുന്നത്. സോ ഇൻ ദി കേസ് ഓഫ് റിംഗ് ടോപ്പോളജി, it is in the form of a circle that has no start and no end. Data travels only in one direction in a ring. ഇവിടെ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഒരു ഒറ്റ ഡയറക്ഷനിലാണ്. അപ്പോൾ ഇവിടെ ട്രാൻസ്മിഷൻ ഇങ്ങനെയാണ്. അപ്പോൾ ഈ നോഡിൽ നിന്ന് ഈ നോഡിലേക്ക് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് അത് ഒരു ഡയറക്ഷനിലേ ഉള്ളൂ. അപ്പോൾ ആദ്യം ഈ നോഡിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. ഈ നോഡിന് അഡ്രസ് ചെയ്ത ഡാറ്റയാണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യും, അതല്ലെങ്കിൽ അത് അടുത്ത നോഡിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പോൾ അത് അതിന്റെ അഡ്രസ്സിനായിട്ട് മാച്ച് ചെയ്യുന്നതെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ മാത്രമേ അടുത്ത നോഡിലേക്ക് അത് ട്രാൻസ്മിറ്റ് ചെയ്യുള്ളൂ. ഈ ഒരു രീതിയിലാണ് റിംഗ് ടോപ്പോളജിയിൽ ഡാറ്റ ട്രാൻസ്മിഷൻ നടക്കുന്നത്. സോ ഇറ്റ് ഈസ് ഇൻ എ സിംഗിൾ ഡയറക്ഷൻ ഓൺലി. The node for which the signal is intended reads the signal. After traveling through each node, the signal reaches back to the sending node from where it is removed. തിരിച്ചത് എവിടേക്കാണോ എത്തിയിട്ടുള്ള സെൻഡ് ചെയ്തിട്ടുള്ള തിരിച്ച് ആ ഭാഗത്തേക്ക് എത്തിയിട്ട് അവിടെ നിന്നാണിത് റിമൂവ് ചെയ്യുന്നത്. ഈ ഒരു രീതിയിലാണ് റിംഗ് ടോപ്പോളജിയിൽ ഡാറ്റ ട്രാൻസ്മിഷൻ നടക്കുന്നത്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റിംഗ് ടോപ്പോളജി. നോ സിഗ്നൽ ആംപ്ലിഫിക്കേഷൻ ഈസ് റിക്വയർഡ് as each node amplifies a signal. ഓരോ നോഡിലേക്കും എത്തുമ്പോൾ സ്വാഭാവികമായിട്ട് ആ സിഗ്നൽ ആംപ്ലിഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു സ്പെഷ്യൽ ആയിട്ടൊരു ആംപ്ലിഫിക്കേഷൻ ആവശ്യമില്ല. Requires less cable length and hence it is cost effective. If one node fails, entire network fail. കാരണം ഇവിടെ ഏതെങ്കിലും ഒരു നോഡ് ഫെയിൽ ആയി എങ്കിൽ പിന്നെ ഡാറ്റ ട്രാൻസ്മിഷൻ നടക്കില്ല, അത് ബ്രേക്ക് ആയി അവിടെ. കാരണം ആ നോഡിലൂടെയാണ് മറ്റു നോഡിലേക്കൊക്കെ ഡാറ്റ ട്രാൻസ്മിഷൻ നടക്കുന്നത്. അപ്പൊ ഏതെങ്കിലും ഒരു നോഡ് ഫെയിൽ ആയി കഴിഞ്ഞാൽ മൊത്തം നെറ്റ്വർക്ക് എന്തായി? ഫെയിൽ ആയി. അഡീഷൻ ഓഫ് നോഡ്സ് ടു ദ നെറ്റ്വർക്ക് ഈസ് ഡിഫിക്കൽട്ട്. അതേപോലെ തന്നെ ഈ ഇതിലേക്ക് പുതിയൊരാളെ ആഡ് ചെയ്യാന്ന് പറഞ്ഞാലും അതിന് കുറച്ച് ഡിഫിക്കൽട്ട് ആയ ഒരു ടാസ്ക് ആണ്. സോ ഇതൊക്കെയാണ് റിംഗ് ടോപ്പോളജിയുടെ ക്യാരക്ടറിസ്റ്റിക്സ്. മെഷ് ടോപ്പോളജി. മെഷ് ടോപ്പോളജിയുടെ പ്രത്യേകത എത്ര നോഡ് ഉണ്ടോ ആ നോഡിൽ നിന്നല്ല ബാക്കിയുള്ള എല്ലാ നോഡിലേക്കും കണക്ഷൻ ഉണ്ട് എന്നതാണ് മെഷ് ടോപ്പോളജി. ഫോർ എക്സാമ്പിൾ ഈ നോഡ് കൺസിഡർ ചെയ്യൂ. ഈ നോഡിൽ നിന്ന് ഫസ്റ്റ് നോഡ്, ദെൻ സെക്കൻഡ് നോഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, അങ്ങനെ എല്ലാ നോഡും കൺസിഡർ ചെയ്യുമ്പോൾ ആ നോഡിൽ നിന്ന് മറ്റെല്ലാ നോഡുകളിലേക്കും ഒരു ഇന്റർ കണക്ഷൻ ഉണ്ട്. ഇങ്ങനെയുള്ള ടോപ്പോളജിയാണ് മെഷ് ടോപ്പോളജി എന്ന് പറയുന്നത്. In mesh topology, every node is connected to other nodes.
സോ ദർ വിൽ ബി മോർ ദാൻ വൺ പാത്ത് ബിറ്റ്വീൻ ടു നോഡ്സ്. അതുകൊണ്ട് എന്താ ഗുണം വെച്ചാൽ ഏതെങ്കിലും ഒരു പാത്ത് ഫെയിൽ ആയാലും നമുക്ക് വേറെ പാത്തിലൂടെ ആ നോഡിലേക്ക് ഡാറ്റ ട്രാൻസ്മിഷൻ നടക്കാം എന്നതാണ് മെഷ് ടോപ്പോളജിയുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. If one path fails, data will take another path and reaches the destination. അപ്പോൾ ഇവിടെ ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ രണ്ട് നോഡുകളും തമ്മിൽ ഡാറ്റ ട്രാൻസ്മിഷൻ നടക്കാൻ ഡയറക്റ്റ് പാത്ത് ഇതാണ്. ഇത് ഫെയിൽ ആയാലും നമുക്ക് വേറെ വഴിയിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഡാറ്റ ട്രാൻസ്മിഷൻ നടത്താം. ഈ വഴിയിലൂടെ നടത്താം, അല്ലെങ്കിൽ ഇങ്ങനെ നടത്താം, ഒരുപാട് വേ ഉണ്ട്. അതാണ് മെഷ് ടോപ്പോളജിയുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. കാരണം എല്ലാ നോഡിൽ നിന്നും മറ്റെല്ലാ നോഡുകളിലേക്കും ഒരു ഇന്റർ കണക്ഷൻ ഉണ്ട്, ഒരു പാത്ത് ഉള്ളതാണ് മെഷ് ടോപ്പോളജി എന്ന് പറയുന്നത്. Characteristics of mesh topology. Network will not fail even if one path between the node fails. ഏതെങ്കിലും ഒരു പാത്ത് ഫെയിൽ ആയി എന്ന് വിചാരിച്ചൊരിക്കലും നെറ്റ്വർക്ക് ഫെയിൽ ആവില്ല. സെക്കൻഡ് പാർട്ട്, ഇറ്റ് ഈസ് എക്സ്പെൻസീവ് ബിക്കോസ് ഓഫ് ദ എക്സ്ട്രാ കേബിൾസ് നീഡഡ്. ഒരുപാട് കേബിൾസ് വേണം. അതുകൊണ്ട് തന്നെ ഇത് എന്താണ്, കുറച്ച് കോംപ്ലക്സും ആണ്, കുറച്ച് ഡിഫിക്കൽട്ടും ആണ് കാണാൻ, അതേപോലെ മാനേജ് ചെയ്യാൻ ഡിഫിക്കൽട്ടാണ് എന്നുള്ളൊരു ബുദ്ധിമുട്ട് ഇതിനുണ്ട്. അതേപോലെ എക്സ്പെൻസീവ് ആണ് ബിക്കോസ് ഓഫ് ദ എക്സ്ട്രാ, ഒരുപാട് കേബിൾ ആവശ്യമുള്ളത് കൊണ്ട് തന്നെ അത് എക്സ്പെൻസീവ് ആണ്, വെരി കോംപ്ലക്സ് ആൻഡ് ഡിഫിക്കൽട്ട് ടു മാനേജ്. സോ ദീസ് ആർ ദ 4 ടോപ്പോളജീസ്.